നമസ്കാരം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് സാൻഡൽവുഡ് ഗ്രൂപ്പ് ഫാമേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ പ്രസിഡന്റ് അനു വർക്കി സാറാണ്. നമസ്കാരം സർ. നമസ്കാരം സർ. ജസ്പേഡ് റിയൽ എസ്റ്റേറ്റ് പ്രൈവറ്റ് ലിമിറ്റഡും ഈ വെൽഫെയർ ഫാമേഴ്സ് അസോസിയേഷനും കൂടെ ചേർന്നൊരു പുതിയ പദ്ധതി സൊസൈറ്റിയിലേക്ക് എത്തിക്കുകയാണ്. 28,000 കോടീശ്വരന്മാർ എന്നുള്ള പദ്ധതി. അതിനെക്കുറിച്ച് ഒന്ന് ബ്രീഫായിട്ട് പറയാമോ? ജസ്പേഡ് റിയൽ എസ്റ്റേറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ സാൻഡൽവുഡ് പ്ലാന്റേഷൻ പ്രൊജക്റ്റും സാൻഡൽവുഡ് ഗ്രൂപ്പ് ഫാർമേഴ്സ് വെൽഫെയർ അസോസിയേഷനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ 28,000 വ്യക്തികളെ ചന്ദന കർഷകരാക്കി മാറ്റുകയും ആ കൃഷിയിലൂടെ സാധാരണക്കാരൻ്റെ ജീവിത നിലവാരത്തെ മാറ്റുവാൻ ഇന്ന് നമ്മളുടെ നാട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഭൂവിഭവശേഷി വർദ്ധിപ്പിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കൃഷി ചന്ദന കൃഷിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ പ്രൊജക്റ്റ് ജസ്പേഡ് റിയൽ എസ്റ്റേറ്റ് കമ്പനിയും സാൻഡൽവുഡ് ഗ്രൂപ്പ് ഫാർമേഴ്സും മുന്നോട്ട് വയ്ക്കുന്നത്. ഓക്കെ, അങ്ങനെ മുന്നോട്ട് വെക്കുന്ന ആശയം എപ്പോഴും പലപ്പോഴും സാർ നമ്മൾ കേൾക്കുന്നതാണ് മാഞ്ചിയം തട്ടിപ്പ് തേക്ക് അങ്ങനെയുള്ളത്. അതുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരാൾ എന്തായാലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഇത് പറ്റിക്കലാണോ എന്നുള്ളത്. അങ്ങനത്തെ കമന്റുകൾ, വാർത്തകൾ വരെ വന്നിരുന്നു ഒരു പ്രമുഖ മാധ്യമത്തിൽ. അതിനെയൊക്കെ എങ്ങനെയാണ് ഓവർകം ചെയ്യാൻ പറ്റിയത് കമ്പനിക്ക്? ആടുതേക്ക് മാഞ്ചിയത്തെ സാൻഡൽവുഡ് പ്ലാന്റേഷൻ പ്രൊജക്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആടുതേക്ക് മാഞ്ചിയം എന്താണെന്നും സാൻഡൽവുഡ് പ്ലാന്റേഷൻ പ്രൊജക്റ്റ് എന്താണെന്നും ഒന്ന് സ്റ്റഡി ചെയ്താൽ ഉത്തരം കിട്ടും. ഇപ്പോൾ ആടുതേക്ക് മാഞ്ചിയം എന്നുള്ളത് ഒരൊറ്റ സ്കാം അല്ല, അതൊരു 2 സ്കാമാണ്. മാഞ്ചിയം എന്ന ഒരൊറ്റ സ്കാമിനെ കുറിച്ച് മാത്രം ഞാൻ പറയാം. കാരണം കോഴിക്കോടുള്ള അനീഷ് മേനോൻ എന്ന വ്യക്തി പാലക്കാട് പോയി HYS എന്ന് പറഞ്ഞൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത് അശോക് കുമാർ എന്ന പേര് മാറ്റി അതിനുശേഷം തമിഴ്നാട്ടിൽ പോയി കുറച്ച് സ്ഥലം എടുത്ത് അവിടെ മാഞ്ചിയം നടും. അങ്ങനെ 1 സെൻറ്റ് സ്ഥലത്തിന് 2,750 രൂപ വെച്ചിട്ട്, അത് 10 സെൻറ്റ് സ്ഥലമാണെങ്കിൽ 27,500 രൂപ, 1 ഏക്കർ സ്ഥലമാണെങ്കിൽ 2,75,000 രൂപ വെച്ച് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇത്ര വർഷം കഴിയുമ്പോൾ ലാഭം കിട്ടും എന്നതായിരുന്നു അവരുടെ പ്രചരണം. ആ പ്രചരണത്തിൽ വിശ്വസിച്ച് ആളുകൾ 8 കോടിയോളം രൂപ, അന്നൊരു മാധ്യമങ്ങളുമില്ല, ന്യൂസ് മീഡിയാസ് ഇല്ല, പത്രമാധ്യമങ്ങൾ കൊണ്ട് മാത്രം പബ്ലിസിറ്റി കൊടുത്തുകൊണ്ട് അദ്ദേഹം സംഘടിപ്പിക്കുകയുണ്ടായി. പക്ഷേ അവിടെ വന്ന മിസ്റ്റേക്ക് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു പ്ലാന്റേഷൻ പർച്ചേസ് ചെയ്യുന്ന വ്യക്തി മിനിമം ചെയ്യേണ്ട ഒരു കടമയുണ്ട്. അവൻ പ്ലാന്റേഷനാണ് വാങ്ങുന്നതെങ്കിൽ കൊടുക്കുന്ന പണത്തിനുള്ള ആധാരം സ്വന്തമാക്കുക എന്നുള്ളത്. ഭൂമി പോയി കണ്ട് മനസ്സിലാക്കി ഇഷ്ടപ്പെട്ട് ആധാരം സ്വന്തമാക്കിയിരുന്നെങ്കിൽ അതൊരിക്കലും ഒരു തട്ടിപ്പാകുമായിരുന്നില്ല. ഈ വ്യക്തികൾക്ക് ഈ പണത്തിന് പകരം കൊടുത്തിരുന്നത് ചെക്കായിരുന്നു. ഇനി ഇത് പ്രൊജക്റ്റ് കൊണ്ടുവന്ന ഈ അനീഷ് മേനോൻ എന്ന വ്യക്തി തട്ടിപ്പാക്കാൻ ഉദ്ദേശിച്ച് തന്നെ ഇറങ്ങിയത്. അതുകൊണ്ടാണ് നാട് വിട്ട് മറ്റൊരു നാട്ടിൽ പോയി പേര് മാറ്റി പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾ അങ്ങനെയല്ല ചെയ്യുന്നത്. ഞങ്ങൾ വയനാട് പുൽപ്പള്ളിയിൽ പാടിച്ചിറയിൽ, അത് നല്ല സ്വകാര്യ ഭൂമി വ്യക്തികളുടെ കയ്യിൽ നിന്ന് ഏറ്റെടുത്തുകൊണ്ട് അത് പ്ലാന്റേഷൻ ചെയ്ത് ആളുകളെ അവിടെ വിസിറ്റ് ചെയ്യിച്ച് നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം അവരുടെ പേരിലേക്ക് നേരിട്ട് ആധാരം ചെയ്തു കൊടുക്കുന്നു. ആധാരം ചെയ്ത് കിട്ടുന്ന ഓരോ വ്യക്തികളുമാണ് ഈ കർഷക സംഘത്തിൽ മെമ്പറായിട്ട് മാറുന്നത്. അപ്പോൾ ക്യാപിറ്റൽ പ്രിസർവേഷൻ ഇതൊരു സ്കാമായി മാറില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ആ വ്യക്തി കൊടുക്കുന്ന പണത്തിന് തുല്യമായ സ്ഥലം നമ്മൾ അവരുടെ പേരിലേക്ക് ആധാരം ചെയ്ത് കൊടുക്കുന്നു. ഇപ്പം സെന്റിന് എത്ര രൂപ വരും വയനാട് എന്നുള്ളതും നിങ്ങൾ വാങ്ങുന്ന എമൗണ്ടും തമ്മിൽ ഒരു വലിയൊരു ഗ്യാപ്പ് ഉണ്ട്. എമൗണ്ട് പറയാൻ പറ്റുമെങ്കിൽ സാറിന് പറയാം. തീർച്ചയായിട്ടും. ഒരു ഏക്കർ കണക്കിന് സ്ഥലം വയനാട്ടിൽ മേടിച്ചാൽ നമ്മൾക്ക് കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കും. പക്ഷേ നിങ്ങളൊരു 5 സെൻറ്റ് സ്ഥലം വയനാട്ടിൽ പോയി റോഡ് സൈഡ് 10 അടി വീതിയുള്ള ഒരു റോഡ് സൈഡിൽ മേടിച്ചാൽ അവർ നിങ്ങൾക്ക് ഈ കുറഞ്ഞ വിലയ്ക്ക് തരില്ല. ആദ്യം അവർ പറയും തരാനില്ല എന്നേ പറയുള്ളൂ. 5 ഏക്കർ കണക്കിന് വയനാട്ടിൽ സ്ഥലം വിൽപ്പനയ്ക്കുള്ളൂ. ഇനി 5 സെൻറ്റ് സ്ഥലമായിട്ട് നിങ്ങൾ മേടിക്കാൻ ചെന്നാൽ സെൻറ്റിന് 1 തൊട്ട് 1.5 ലക്ഷം രൂപ വരെ ഇപ്പോൾ വയനാട്ടിൽ പുൽപ്പള്ളി ടൗണിനോട് 4-5 കിലോമീറ്റർ ചുറ്റളവുള്ള ഭൂപ്രദേശത്ത്, ഇത്രയും ബയോഡൈവേഴ്സിറ്റിയുള്ള ഭൂപ്രദേശത്ത് അത് നമുക്ക് മുടക്കാവും. ആ മുടക്കേ ഞങ്ങൾ ഈ ഒരു പ്ലാന്റേഷൻ മേടിക്കുമ്പോൾ ഈടാക്കുന്നുള്ളൂ. പക്ഷേ ഈ പ്ലാന്റേഷൻ മേടിക്കുക മാത്രമല്ല 10 തൊട്ട് 15 വർഷത്തേക്കുള്ള സെക്യൂരിറ്റി ആൻഡ് കൾട്ടിവേഷൻ പാക്കേജ് ഉൾപ്പെടെ പേ ചെയ്യേണ്ടി വരുമ്പോഴാണ് ഈ പറയുന്ന 10 തൊട്ട് 15 ലക്ഷം രൂപയിലേക്ക് വരുന്നത്. ഇനി നിങ്ങൾക്ക് കൾട്ടിവേഷൻ സെക്യൂരിറ്റി നിങ്ങൾ തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ വെച്ചിട്ടുണ്ട്.
പക്ഷേ ഒരു 5 സെൻറ്റ് സ്ഥലവും 20 ചന്ദനമരങ്ങളും സംരക്ഷിക്കാൻ നമ്മളാരെങ്കിലും വയനാട് പോയി കൃഷി ചെയ്യാൻ പറ്റുമോ? ഇല്ല. നിങ്ങളങ്ങനെ അതിന് ശ്രമിച്ചാൽ തന്നെ ഞാനൊരു കണക്ക് പറയാം. നിങ്ങളുടെ ആ സ്ഥലത്ത് ഒരു ബംഗാളിനെ 365 ദിവസത്തിൽ ഒരു 100 ദിവസമാണ്, ഒരു വർഷം 100 ദിവസമാണ് പണിക്ക് വയ്ക്കുന്നതെന്നിരിക്കട്ടെ. അപ്പോൾ 100 ദിവസം പണിക്ക് വെച്ചാൽ അവനൊരു 1000 രൂപ വെച്ച് കൂലി കൊടുത്താൽ തന്നെ അവൻ എത്ര രൂപ കൊടുക്കേണ്ടി വരും? അവൻ ഏകദേശം നമ്മൾ ഒരു 1,00,000 രൂപ കൊടുക്കേണ്ടി വരും. അത് 10 വർഷത്തേക്കാണെങ്കിൽ എത്ര കൊടുക്കേണ്ടി വരും? 10,00,000 രൂപ ആ ഒരു കൾട്ടിവേഷന് ചെയ്യുന്ന പണിക്കാരന് കൂലിയായിട്ട് വരെ കൊടുക്കേണ്ടി വരും. അതാണ് ഗ്രൂപ്പ് ഫാമിംഗ് സംവിധാനത്തിലൂടെ നമ്മൾ ഒരു എക്സ്പെൻസ് കുറച്ചുകൊണ്ട് സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ് സബ്സിഡിയോടുകൂടി ഇതിൻ്റെ ഇടവേളകൾ നട്ടു വളർത്തി ഇത് നമ്മൾ ഏറ്റവും എക്കണോമി ആയിട്ട് ഓരോ സാധാരണക്കാരനും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ വില കൂടുതലല്ല എന്ന് ഇത് ഏറ്റെടുക്കുന്ന വ്യക്തികൾ മനസ്സിലാക്കിയാണ് അവരത് സ്വന്തമാക്കുന്നത്. അപ്പം ഇത്രയും വിലയുള്ള സ്ഥലമാണ് വാങ്ങുന്നത്. എങ്ങനെയായാലും ഇത്ര ബൾക്കായിട്ട് വാങ്ങുമ്പോൾ സാർ നേരത്തെ പറഞ്ഞ പോലെ 1 സെന്റിന് 1,00,000 വരെ ചോദിക്കുന്നിടത്ത് ബൾക്കായിട്ട് അവിടെ ഏക്കറിനെ സ്ഥലം കൊടുക്കാനുള്ളൂ. അപ്പം കമ്പനി അതിൽ നിന്നൊരു ലാഭം ആഗ്രഹിച്ചിട്ട് തന്നെയല്ലേ ഇങ്ങനെയുള്ള ഒരു പ്രോപ്പർട്ടി വാങ്ങുകയും അത് ഇത്രയും ഭാഗം വെച്ച് വിൽക്കുകയും ചെയ്യുന്നത്? കമ്പനി ലാഭം ആഗ്രഹിക്കുന്നുണ്ട്, കമ്പനി ബിസിനസ് ചെയ്യുന്നുണ്ട്, കമ്പനി മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഇത് മാർക്കറ്റ് ചെയ്യാതെ ഇത് മുന്നോട്ട് പോകില്ല. എന്താ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2012 സാൻഡൽവുഡ് പ്രൊട്ടക്ഷൻ ബിൽ വന്നു. അതിനുശേഷം ഇവിടെ ചന്ദന കൃഷി സ്റ്റാർട്ട് ചെയ്തു. 100 കർഷകരിൽ അധികം പോലും ഇന്ന് ഈ ഇത്രയും ഞാൻ ഒരു കണക്ക് വെച്ചാൽ 13 വർഷങ്ങൾക്ക് ശേഷം നോക്കുമ്പോൾ കേരളത്തിൽ ചന്ദന കൃഷി ചെയ്തിട്ടില്ല. പക്ഷേ ഇതൊരു മാർക്കറ്റിംഗ് മെത്തേഡിലേക്ക് നമ്മൾ മാറ്റിക്കഴിഞ്ഞപ്പോൾ വെറും 1 വർഷം കൊണ്ട് 1000-ലധികം ചന്ദന കർഷകരെ ജസ്പെയ്ഡ് റിയൽ എസ്റ്റേറ്റ് കമ്പനിക്കും സാൻഡൽവുഡ് ഗ്രൂപ്പ് ഫാർമേഴ്സിനും ചേർന്ന് നിന്ന് സൃഷ്ടിക്കാൻ സാധിച്ചു. ഈ സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ ഈ മാറ്റം ഇന്ന് കേരളം ഒഴികെ കർണാടക, ആന്ധ്ര, തമിഴ്നാടിൽ 10 വർഷങ്ങൾക്ക് മുമ്പ് വന്നതാണ്. നമ്മൾക്ക് താമസം വന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മൈൻഡ് സെറ്റ് തട്ടിപ്പാണ്, എല്ലാം തട്ടിപ്പാണ് എന്ന് ചിന്തിക്കുന്നതും അതിനെക്കുറിച്ച് പഠിക്കാൻ തയ്യാറാകാത്തതുമായ മൈൻഡ് സെറ്റാണ് അതിന് കാരണം. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ജസ്പെയ്ഡ് റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു സംരംഭം ഇങ്ങനൊരു പ്രോജക്റ്റ് തിരഞ്ഞെടുത്തത്? ജസ്പെയ്ഡ് റിയൽ എസ്റ്റേറ്റ് ഇങ്ങനെയൊരു പ്രോജക്റ്റ് തിരഞ്ഞെടുക്കാൻ അവർക്ക് വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട്. കാരണം ഇന്ന് നമ്മളുടെ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന മേഖല ഏതാണ് എന്ന് പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റാണ്. രണ്ടാമത്, ഒരു റിയൽ എസ്റ്റേറ്റ് ഡീൽ നടന്നാൽ ആ വ്യക്തിക്ക് പ്രോഫിറ്റ് ഉണ്ടാവണമെങ്കിൽ അതിൽ വാല്യൂ ആഡഡ് പ്രൊജക്റ്റ് ഉണ്ടാവണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മുടെ എടപ്പള്ളി ചതുപ്പ് നിലത്തിൽ യൂസഫ് അലിക്ക കുറഞ്ഞ വിലയ്ക്കാണ് അവിടെ സ്ഥലം മേടിച്ചത്. നമുക്കറിയാം, ഒരു 2 ലക്ഷം രൂപ അടുത്താണ് 1 സെൻറ്റ് സ്ഥലം മേടിച്ചത്, 435 സ്ക്വയർ ഫീറ്റ്. അദ്ദേഹം ആ ലുലു മാളിൻ്റെ അകത്ത് 100 സ്ക്വയർ ഫീറ്റ് ഒരു ഓഫീസ് സ്പേസ് വിൽക്കുന്ന എത്ര രൂപയ്ക്കാണ്? കോടികൾക്കാണ് വിൽക്കുന്നത്. അപ്പോൾ വാല്യൂ ആഡഡ് ആക്കി മാറ്റിയതിന് ശേഷം ആ വാല്യൂ ആഡഡ് ആക്കി മാറ്റുകയാണ് അദ്ദേഹം എന്ത് ചെയ്തത്? അവിടെ ലുലു മാൾ പണിത്. ഇതുപോലെ തന്നെ നമ്മൾ പ്ലാന്റേഷൻ ചെയ്ത് അതിനുവേണ്ടിയുള്ള സെക്യൂരിറ്റീസ് ചോർക്കി വാല്യൂ ആഡഡ് ആക്കി മാറ്റി. ഈ വാല്യൂ ആഡഡ് ആക്കി മാറ്റിയ പ്ലാന്റേഷൻ, സാൻഡൽവുഡ് പ്ലാന്റേഷൻ ഇൻകം ജനറേറ്റിംഗ് അസറ്റായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. എന്ന് പറഞ്ഞാൽ അത് വളർന്ന് വലുതായി ഗവൺമെൻറ് ഏറ്റെടുത്ത് ആ വരുമാനം ആളുകൾക്ക് കിട്ടും. അത് കിട്ടുമ്പോൾ അവൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു 10 lakh rupees ആണെങ്കിൽ അതിൻ്റെ 15-20 മടങ്ങും അധികമാണ് അവന് പ്രോഫിറ്റായിട്ട് ഇപ്പോൾ ഉള്ള കണക്ക് വെച്ച് അവന് ലഭിക്കുന്നത്. അപ്പോൾ ഇതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിലേക്കും ഒരു പ്രോഫിറ്റിലേക്കും മാറുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് കൃത്യമായി ആളുകൾക്ക് ഗുണം ചെയ്യുന്നതും, അത് ഒരൊറ്റ കേസുണ്ട്, കമ്പനിക്കും വിൽക്കുന്നവനും വാങ്ങുന്നവനും ഒരുപോലെ ഗുണം കിട്ടുന്ന ഒരു പ്രൊജക്റ്റാണ്. അതുകൊണ്ടുകൂടി തന്നെയാണ് ജസ്പെയ്ഡ് ഈ പ്രൊജക്റ്റ് ഏറ്റെടുത്തിരിക്കുന്നത്. കമ്പനിക്കും വിൽക്കുന്നവനും വാങ്ങുന്നവനും, കമ്പനി മനസ്സിലായി, വാങ്ങുന്നവൻ മനസ്സിലായി, ഈ വിൽക്കുന്നവൻ ആരാണ്? ബ്രോക്കർ. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഈ കമ്പനിയിൽ ഇതിൻ്റെ ഒരു മാർക്കറ്റിംഗ് മെത്തേഡ് അനുസരിച്ചിട്ട് നിങ്ങൾക്കൊരു ബ്രോക്കർ ആവാനുള്ള അവസരവും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഈ ഓരോ കസ്റ്റമർക്കും അതിനുള്ള അവസരമാണ് നമ്മൾ ഒരുക്കുന്നത്. ആ അവസരമാണ് നിങ്ങൾക്ക് നമ്മളുടെ മുമ്പിൽ ഒരു ബിസിനസ് അവസരമായിട്ട് നമ്മുടെ മുമ്പിലുള്ളത്. അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. ഇപ്പം ഞാൻ പ്രോപ്പർട്ടി വാങ്ങുന്നില്ല, എനിക്ക് അതിലുള്ള ഒരു പ്രോപ്പർട്ടി ഒരാളെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. പക്ക ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ നിങ്ങൾ എങ്ങനെയാണോ ഡീൽ ചെയ്യുന്നത് അത് ചെയ്യണം. അപ്പോൾ അതിനു മുമ്പ് ഞങ്ങൾ ഒരു കാര്യം പറയുന്നുണ്ട്, നിങ്ങൾ ഈ പ്രൊജക്റ്റിനെ കുറിച്ച് കൃത്യമായി പഠിക്കണം, സ്ഥലം വന്ന് കാണണം, നേരിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ചെയ്യുക എന്നത് മാത്രം ഞങ്ങൾ ആളുകളോട് പറയാറുണ്ട്.
ഇങ്ങനൊരു പ്രോപ്പർട്ടി വാങ്ങുമ്പം എങ്ങനെയായാലും നമ്മൾ കരുതും ഇപ്പം നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ മാഞ്ചിയമല്ല എന്ന് സാറ് പറഞ്ഞു, തേക്കിന്റെ കാര്യം നമ്മൾ അതൊന്നും പറഞ്ഞില്ലേ, മാഞ്ചിയമല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇങ്ങനൊരു ഇത് നടക്കുന്ന സമയത്ത് ഇത് വിൽക്കുകയാണ്, അതായത് ഈ പ്രോപ്പർട്ടി നമ്മൾ വിറ്റു, അതില് ഒരാളുടെ പ്രോപ്പർട്ടിയിൽ 20 തൈകൾ വളർന്ന് പാകമായി, അത് ഏതൊരു ഫോമിലായിരിക്കും വിൽക്കപ്പെടുന്നത്? നമുക്ക് ചന്ദനം വെട്ടി വിൽക്കാനുള്ള റൈറ്റ് ഇന്ന് ഗവൺമെൻറ് തന്നിട്ടില്ല. അതിൻ്റെ കാരണം ഇന്ന് ലോകത്തിന് ആവശ്യമുള്ള 6000 ടണ്ണ്, ഇന്ത്യക്ക് ആവശ്യമുള്ള 2000 ടണ്ണ്, വെറും 100 ടൺ പോലും ഹാർവെസ്റ്റ് ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് ഗവൺമെൻറ്റിന് തന്നെ ഇത് ആവശ്യമുള്ളതുകൊണ്ട് ഗവൺമെൻറ് ഔട്ട്സോഴ്സ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഇത് വെട്ടിയെടുത്ത് ഗവൺമെൻറ് തന്നെയാണ് അത് വാങ്ങുകയും അതിൻ്റെ പേയ്മെൻറ്റ് നമുക്ക് തരികയും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പ്രോപ്പർട്ടിയിൽ അതൊരു 50 സെൻറ്റിമീറ്റർ മുകളിൽ ചന്ദനമരം ആയിക്കഴിഞ്ഞാൽ 2011 ഫോറസ്റ്റ് ഭേദഗതി നിയമത്തിൽ അത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. അത് പാകമായി കഴിഞ്ഞാൽ അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കുകയും അവർ വന്ന് അത് നോക്കി, തഹസിൽദാർ ഉൾപ്പെടെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് കൂടി വന്ന് അളന്ന് നോക്കി അത് മനസ്സിലാക്കി അത് അപ്രൂവ് ചെയ്യുക, വേരോടെ എടുത്ത് മറയൂർ ഡിപ്പോയിൽ കൊണ്ടുവന്ന്, സാൻഡോഡ് ഡിവിഷൻ ഓഫീസ് ഡിപ്പോയിൽ കൊണ്ടുവന്ന് ലേലത്തിൽ വെച്ച് വിറ്റാണ് ഈ പേയ്മെൻറ്റ് ട്രഷറി വഴി. ആരാണോ പ്രോപ്പർട്ടി ഓണർ, കൈവശാവകാശ രേഖ ലഭ്യമാകുന്ന സബ്മിറ്റ് ചെയ്യുന്ന വ്യക്തി, ആ വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് ട്രഷറി വഴി ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ പേയ്മെൻറ്റ്, ഹാർവെസ്റ്റിംഗ് ആൻഡ് പേയ്മെൻറ്റ് മെത്തേഡ്. ഇതാണ് സാർ പറഞ്ഞു. നമ്മൾ എഗ്രിമെൻറ്റിൻ്റെ ഒരു കേസ് പറഞ്ഞു. ഈ എഗ്രിമെന്റ് വെക്കുന്ന സമയത്ത് ഇപ്പം സാർ പറഞ്ഞതിൽ നിന്ന് മനസ്സിലായത് ജസ്പേഡ് റിയൽ എസ്റ്റേറ്റ് തന്നെയാണ് അതിന്റെ പ്രൊട്ടക്ഷൻ എല്ലാം ഏറ്റെടുത്ത് ചെയ്യുന്നത്, സെക്യൂരിറ്റിയും മറ്റു കാര്യങ്ങളും നോക്കുന്നതെല്ലാം ജസ്പേഡ് ആണ്. ഈ എഗ്രിമെന്റിനകത്ത് പറയുന്ന പോയിന്റുകൾ എന്തൊക്കെയാണ് ഞാൻ ചോദിക്കാം. ആദ്യം ഇതിന്റെ പ്രൊട്ടക്ഷൻ എങ്ങനെയാണ്, അതിന്റെ കെയറിങ്, ഇതിനെന്തെങ്കിലും സംഭവിച്ചു പോയ കമ്പനി ഓഫർ ചെയ്യുന്ന ഒരു നഷ്ടം ഉണ്ടാവും, എങ്ങനെയാലും ഒരു ഇത് ഒന്ന് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, ഒരു ചന്ദനം തന്നെ നശിച്ചു പോയാൽ ലക്ഷങ്ങളുടെ നഷ്ടം ഇൻവെസ്റ്റേഴ്സിന് വരികയാണ്. ഇങ്ങനെയുള്ളൊരു നഷ്ടം ജസ്പേഡ് എങ്ങനെ ഓവർകം ചെയ്യും, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് എങ്ങനെ ഓവർകം ചെയ്യാനുള്ള വഴിയാണ് ജസ്പേഡ് ഒരുക്കുന്നത്, അതിന് കൊടുക്കുന്ന സെക്യൂരിറ്റി എങ്ങനെ, ഞാൻ ഉദ്ദേശിച്ചത് പ്രൊട്ടക്ഷൻ അല്ല, സെക്യൂരിറ്റി, ഒരു സാധനത്തിന് കൊടുക്കുന്ന സെക്യൂരിറ്റി അത് എത്രത്തോളം ഉണ്ട്? ഓക്കെ, ചന്ദനം കൃഷി ചെയ്യുമ്പോൾ നമ്മൾക്ക് 2 രീതിയിലുള്ള വെല്ലുവിളിയാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒന്ന് മരം നശിച്ചു പോവുക, മറ്റൊന്ന് മരം മോഷണം പോവുക. ഇത് രണ്ടുമാണ് ഉള്ളത്. മരം നശിച്ചു പോവുകയും മോഷണം പോവുകയും ചെയ്യുമ്പോൾ നമുക്ക് ഇൻഷുറൻസ് കവറേജ്, സ്റ്റാൻഡിങ് ടിമ്പേഴ്സ്, അഗ്രോ ഫോറസ്ട്രി സെക്ടറിലുള്ള സ്റ്റാൻഡിങ് ടിമ്പേഴ്സിന് ഇൻഷുറൻസ് കവറേജ് ഉണ്ട്. ഈ ഇൻഷുറൻസ് കവറേജ് മരം മെച്യൂരിറ്റി ആകുന്ന നിരക്ക്, മരത്തിൻ്റെ വാല്യൂ അസൈൻ ചെയ്തതിന് ശേഷം അതിൻ്റെ എമൗണ്ട്, പ്രീമിയം എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മരം നിങ്ങൾക്ക് ഇൻഷുർ ചെയ്യാൻ സാധിക്കും. പിന്നെ ഈ മരത്തിൻ്റെ മെച്യൂരിറ്റി ആവുന്ന കാലം വരെ, ഒരു 3 വർഷം വരെ ഒരു കുട്ടിയെ പരിപാലിക്കുന്ന പോലെ പരിപാലിക്കണം. ആ സമയം വരെ പ്ലാന്റ്സ് ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ റീപ്ലാന്റ് ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കും. പിന്നെ രണ്ടാമത്തെ കാര്യമാണ് മോഷണം എന്നുള്ളത്. മോഷണത്തിന് ബേസിക് സെക്യൂരിറ്റി എന്ന് വെച്ചാൽ CCTV ക്യാമറ, സെക്യൂരിറ്റി വാള്, 20 അടി ഹൈറ്റിൽ ഇലക്ട്രിക് ഫെൻസിങ്ങിനുള്ള സംവിധാനം, സെക്യൂരിറ്റി ഡോഗ് സംവിധാനം, അതോടൊപ്പം തന്നെ സെക്യൂരിറ്റി ഗാർഡ് സംവിധാനങ്ങളെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ സെൻട്രൽ ഗവൺമെൻറ് ഒരു പ്രൊജക്റ്റ് നമ്മൾ ഇതിലൂടെ ആഡ് ചെയ്യപ്പെടുന്നുണ്ട്. സ്മാർട്ട് ഫോറസ്റ്റ് എന്നാണ് ആ പദ്ധതിയുടെ പേര്. ഹിറ്റാച്ചി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡും IWST ഇൻസ്റ്റിറ്റ്യൂട്ടും ചേർന്നുകൊണ്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ടാണ് 2017 സ്മാർട്ട് ഫോറസ്റ്റ് പദ്ധതി വന്നത്. ആ സ്മാർട്ട് ഫോറസ്റ്റ് പദ്ധതി എന്താണെന്ന് ചോദിച്ചാൽ മരത്തിൽ ഒരു ചിപ്പ്, IoT ചിപ്പ് ഇൻസേർട്ട് ചെയ്യുന്നതാണ് ആ പദ്ധതി. അപ്പോൾ ഒരു കള്ളൻ വലിയ മെഷീൻ ഉപയോഗിച്ചിട്ടൊന്നുമല്ല വരുന്നത്, കൈവാളും കൊണ്ടായിരിക്കും വരുന്നത്. അത് ആ കൈവാളിൻ്റെ വൈബ്രേഷൻ മതി, മരം മുറിക്കാൻ ശ്രമിക്കുന്ന വൈബ്രേഷൻ മതി ഈ ഒരു സെൻസർ ഡിറ്റക്റ്റ് ചെയ്യുകയും ഈ സെൻസർ 10 മൊബൈൽ ഫോണിലേക്ക് അലേർട്ട് മെസ്സേജുകൾ കൊടുക്കുകയും ചെയ്യും, GPS ട്രാക്കിംഗ് ഉൾപ്പെടെ വരുന്നത്. അപ്പോൾ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റി സിസ്റ്റമാണ് സെൻട്രൽ ഗവൺമെൻറ് ഇതിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇൻഷുറൻസ് കവറേജ്, സെക്യൂരിറ്റി സിസ്റ്റം, ബേസിക് സെക്യൂരിറ്റീസ് എല്ലാം കമ്പനി കൂടി പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമുക്കിത് 100% നമുക്ക് ഇത് ഹാർവെസ്റ്റ് ചെയ്യുന്നത് വരെ സംരക്ഷിക്കാൻ സാധിക്കും. അതിൻ്റെ നഷ്ടം ഉണ്ടാവാതെ എടുക്കാൻ ഓരോ കർഷകനും ഗവൺമെൻറ്റും ഇൻഷുറൻസും നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പം ഇൻഷുറൻസ് എന്ന് പറയുന്ന എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളാണോ അടയ്ക്കേണ്ടി വരുന്നത്? തീർച്ചയായിട്ടും. നമ്മൾ ഇപ്പോൾ ഒരു വാഹനം മേടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻഷുറൻസ് വാഹന ഉടമയാണല്ലോ അടയ്ക്കേണ്ടത്, അതുപോലെ തന്നെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സാർ പറഞ്ഞു ബേസിക് പ്രൊട്ടക്ഷൻ. ഇപ്പോൾ ചിപ്പ് ഇടുന്നതെല്ലാം അതെല്ലാം ഇൻവെസ്റ്റേഴ്സിൻ്റെ പോക്കറ്റിൽ നിന്നാണോ പൈസ പോകുന്നത്? ചിപ്പ് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് സബ്സിഡീസ് ഉണ്ട്. നമുക്ക് കുറേ പ്രൊജക്റ്റുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഈ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ വരാത്ത ഒരു ഗവൺമെൻറ് പ്രൊജക്റ്റാണ് ട്രീ ബാങ്ക് പദ്ധതി.
നമ്മൾ പ്രതീക്ഷിച്ചതല്ല. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്നോട് ഒരാളൊരു ചോദിച്ച ചോദ്യമാണ്, നിങ്ങൾ എന്തിനത് മാർക്കറ്റ് ചെയ്യുന്നു? ഒരു ചോദ്യമായിരുന്നു. എനിക്ക് തോന്നുന്നു മാഡത്തിൻ്റെ മനസ്സിലും അങ്ങനെ ഒരു ചോദ്യം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? യെസ്, ഞാൻ അതിനകത്തേക്ക് കൂടി കിടക്കാം. എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നതിൻ്റെ ആവശ്യം ഞാൻ പറഞ്ഞില്ലേ, 13 വർഷം കൊണ്ട് നിയമം വന്നിട്ടും ഇവിടെ 100 കർഷകരെ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ കർണാടക, ആന്ധ്ര, തമിഴ്നാട്ടിലൊക്കെ ഇതിൻ്റെ നിയമങ്ങൾ അനുകൂലമാണ്. നിയമങ്ങൾ ലിബറൈസ് ചെയ്ത് കഴിഞ്ഞു. കേരളത്തിൽ മാത്രമാണ് ലിബറൈസ് ചെയ്യാത്തതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ലിബറൈസ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു കർഷക കൂട്ടായ്മ ഉണ്ടാകണം. ആ കർഷക കൂട്ടായ്മ ഉണ്ടാകണമെങ്കിൽ ഇതിനൊരു മാർക്കറ്റിംഗ് മെത്തേഡ് നമ്മൾ ഉണ്ടായിരിക്കണം. ആ മാർക്കറ്റിംഗ് മെത്തേഡിലൂടെയാണ് 28,000 കർഷകരിലേക്ക് ഇതെത്തുകയും 28,000 കർഷകർ ചേർന്ന് ഒരു കർഷക സംഘമായിട്ട് ഒരു ആക്ഷൻ മൂവ്മെൻറ്റ് പോലെ നിൽക്കുകയും ഒന്നിച്ച് നിൽക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ് എന്നുള്ള എല്ലാ ആനുകൂല്യങ്ങളും നേടിയെടുക്കുകയും പുതിയ ആവശ്യങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ ഉണർത്തിക്കുകയും അത് ഏറ്റെടുത്ത് നമുക്ക് കിട്ടുകയും ചെയ്യണമെങ്കിൽ ഇതൊരു മാർക്കറ്റിംഗ് രീതിയിലൂടെ ചെയ്താൽ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. ഇല്ല എങ്കിൽ എന്ത് ചെയ്യും? ഇപ്പോൾ ഈ 13 വർഷം കൊണ്ട് 100 കർഷകരെ പോലും സാധിച്ചില്ല, കേരളത്തിൽ നിന്ന് സൃഷ്ടിക്കാൻ സാധിച്ചില്ല. പക്ഷേ ഈ വെറും 1 വർഷം കൊണ്ട് 1000-ലധികം ചന്ദന കർഷകരെ ഞങ്ങൾക്കുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതിലിപ്പം സാറ് ഈ ഫാമേഴ്സ് വെൽഫെയർ അസോസിയേഷൻ നിങ്ങളുടെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ട സമയത്ത് മനസ്സിലായത് 40 ഫാമിലീസിന്റെ ഒരു കൂട്ടായ്മയാണ്. നിങ്ങൾ 40 പേര് ഒന്നിച്ച് പ്ലോട്ട് എടുത്തവരാണോ? ഞങ്ങൾ ഒന്നിച്ച് പ്ലോട്ട് എടുക്കുകയല്ല, നമ്മൾ ഓരോരുത്തർ വന്നു, കണ്ടു, അത് ഇഷ്ടപ്പെട്ടു, അതിൻ്റെ മുറയ്ക്ക് ആധാരം ചെയ്ത് വാങ്ങിച്ചു. അപ്പോൾ ആധാരം ചെയ്ത് വാങ്ങിക്കുന്ന ഓരോ വ്യക്തിയെയും ആധാരത്തിന് ശേഷം കർഷക സംഘത്തിലേക്ക് നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു 15 വർഷത്തിന് ശേഷം ഒന്നിച്ച് ഭൂമിയിൽ നിന്ന് ഈ 40 പ്ലോട്ടിലെയും ചന്ദനമരങ്ങൾ മുറിക്കപ്പെടുമോ? അത് ഓരോരുത്തർക്കും സ്വയം അവകാശമുണ്ട്. നമ്മൾ ഇതിനകത്ത് പാട്ടക്കരാറിൽ വെച്ചിരിക്കുന്നത് 10 to 15 ഇയർ ഓർ ഹാർവെസ്റ്റിംഗ് ടൈം എന്നാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്കൊരു 10 വർഷമായപ്പോൾ മെച്യൂറായി, എനിക്കൊരു 5 മരം മുറിച്ച് കൊടുക്കണം, എനിക്കൊരു അത്യാവശ്യം വന്നു, എനിക്ക് തീർച്ചയായിട്ടും ചെയ്യും. കാരണം എൻ്റെ പേരിലുള്ള സ്ഥലമാണ്, അതിനുള്ള ഫുൾ റൈറ്റ് എനിക്കുണ്ട്. അതിൽ കമ്പനി ഇടപെടില്ല, സർക്കാരായിട്ട് നിങ്ങൾക്ക് നേരിട്ട് ബന്ധപ്പെടാനുള്ള അവസരം ഒരുക്കി തരും. ചന്ദനത്തിൻ്റെ ഇടപാടുകളിൽ പ്രോപ്പർട്ടി ഓണറും സർക്കാരുമായിട്ടാണ് ഇടപെടുന്നത്. അവിടെ കമ്പനിയുടെയും കർഷക സംഘത്തിൻ്റെയും റോൾ എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് കുറേ ക്ലറിക്കൽ വർക്കുകളുണ്ട്, പ്രോസസ്സിങ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. നമുക്ക് നേരിട്ട് ലൈസൻസ് എടുക്കണമെങ്കിൽ RT ഓഫീസിൽ പോയാൽ നടക്കും. നമ്മൾ പക്ഷേ എന്താ ചെയ്യുന്നത്? ഡോക്യുമെൻറ്റേഷൻ ഒരു ഡ്രൈവിംഗ് സ്കൂളിനെ ഏൽപ്പിക്കുന്നു. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഡോക്യുമെൻറ്റേഷൻ കൂടി ഹെൽപ്പ് ചെയ്യാൻ സാൻഡൽ ഗ്രൂപ്പ് ഫാർമേഴ്സും കമ്പനിയും സഹായിക്കും. ഇപ്പൊ ഇൻഷുറൻസ് പറഞ്ഞു, പ്രൊട്ടക്ഷൻ പറഞ്ഞു, എല്ലാം നമ്മൾ പറഞ്ഞു. ഇപ്പൊ ഒന്നിച്ചുള്ള അങ്ങനെ ഒരു മുറിക്കപ്പെടുകയാണെങ്കിൽ ഇത് പ്രകൃതിക്ക് ദോഷം ചെയ്യും. എങ്ങനെയായാലും ഇപ്പൊ ഒരു പ്ലോട്ടിൽ തന്നെ 20 മരങ്ങൾ പോകുമ്പോൾ അതിൽ കിളികൾ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം വരില്ല ഇതിന്? പ്ലാന്റേഷൻ പ്രൊജക്റ്റുകൾ ഒരിക്കലും ഒറ്റയടിക്ക് ക്ലോസ് ചെയ്യപ്പെടുന്നില്ല. അത് പല വ്യക്തികളും 15 വർഷം കഴിഞ്ഞ് 20-25 വർഷത്തേക്കൊക്കെ നീടും. ഓരോ മരം മുറിക്കുമ്പോഴും ഇവിടെ സംഭവിക്കുന്നത് മറ്റൊരു തൈ നടുകയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അത് നമ്മൾ അപ്രൂട്ട് ചെയ്തെടുക്കുന്നതിന് ശേഷം ഉടൻ തന്നെ നമുക്ക് അതിനോട് ചേർന്ന് മറ്റൊരു റീപ്ലാന്റിങ് സ്റ്റാർട്ട് ചെയ്യും. കാരണം ഈ പ്രൊസീജിയർ ഇതൊരു 50 വർഷത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഈ ഡിമാൻഡ്, സാൻഡൽവുഡ് ഡിമാൻഡ് മാർക്കറ്റിൽ മെയിൻറ്റെയിൻഡ് ആണ്. ആ മാർക്കറ്റ് അനുസരിച്ച് നമുക്കൊരു 4-5 സർക്കിൾ, ഹാർവെസ്റ്റിംഗ് സർക്കിൾ നമുക്ക് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എൻ്റെ ഒരു സംശയമാണ്, ഞാൻ പ്രോപ്പർട്ടി എടുത്തു, എൻ്റെ ഒരു ഫ്രണ്ടും എടുത്തു, എനിക്ക് ചന്ദനം വെച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ തോന്നുകയാണ്. എൻ്റെ അടുത്ത പ്ലോട്ട് തന്നെ ആളെടുത്ത്, അപ്പോൾ അയാൾക്ക് അവിടെ അത് ഇനി ചന്ദനം വെക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ ആ സ്ഥലം എങ്ങനെയായിരിക്കും ഉപയോഗിക്കപ്പെടുക? അദ്ദേഹം അതിനുശേഷം ഹാർവെസ്റ്റ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഫസ്റ്റ് പ്ലാന്റേഷൻ ഹാർവെസ്റ്റ് ചെയ്യുന്നവരെ സാൻഡൽവുഡ് മാത്രമേ സാധിക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് 15 വർഷത്തിന് ശേഷം വേണമെങ്കിൽ വിൽക്കാം. അത് വേറെ ആൾക്ക് വിറ്റാലോ? നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിൽ ഇല്ലാത്ത ഒരാളാണ് ആ പ്രോപ്പർട്ടി എടുക്കുന്നതെങ്കിലോ? ഇപ്പൊ മാഡം വാങ്ങിച്ചു, 1 വർഷം കഴിഞ്ഞപ്പോൾ മാഡത്തിനതിന് ഇപ്പം ഞങ്ങളുടെ 1 വർഷം മുമ്പ് ഞങ്ങളുടെ അടുത്ത് പ്ലാന്റേഷൻ മേടിച്ച വ്യക്തിക്ക് ഇരട്ടി വിലയ്ക്ക് ഇന്ന് പെരുമ്പാവൂരുള്ള സാബു എന്ന വ്യക്തിയോട് പ്ലാന്റേഷൻ ഒരാൾ ചോദിച്ചു. ഞാൻ തരില്ല എന്ന് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിൽക്കാനുള്ള അവകാശം നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ പാട്ടക്കരാറ് ഒന്ന് മാറ്റി കൊടുത്താൽ, പുതുതായി മേടിക്കുന്ന വ്യക്തിയുടെ പേരിലേക്ക് മാറ്റിയാൽ മാത്രം മതി. കഴിഞ്ഞ ദിവസം നമുക്ക് എൻവയോൺമെന്റ് ഡേ ആയിരുന്നു. ഇതിന് വേണ്ടിയിട്ട് ജസ്പേഡും നിങ്ങളുടെ ഫാമേഴ്സ് ഗ്രൂപ്പും എന്താണ് ചെയ്തത്? പ്രകൃതി സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഒരു ദിനം മാറ്റിവെച്ചു. അതാണ് നമ്മൾ എൻവയോൺമെൻറ്റ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. ആ ദിവസം നമ്മുടെ ഏറ്റവും വലിയ പ്രവൃത്തി, നമ്മുടെ ഭൂമിക്ക് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയാണ് തൈ നടുക എന്നുള്ളത്. പക്ഷേ തൈ നടുക എന്നുള്ള പ്രവൃത്തിയെക്കുറിച്ച് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു എക്സ്പീരിയൻസ് കൂടി പറയാം. NIDCC നാഷണൽ ഇൻഡസ്ട്രീസ്
കൗൺസിൽ കമ്മിറ്റിയുടെ അതിൻ്റെ പ്രതിനിധിയായിട്ട് ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ പ്രൊജക്ട് റിപ്പോർട്ടൊക്കെ സ്റ്റഡി ചെയ്തപ്പോൾ അതിൽ നിന്ന് മനസ്സിലായി 5,60,000 ചന്ദന മരങ്ങൾ നട്ടുവളർത്തി അതിൻ്റെ ഹോസ്റ്റ് പ്ലാന്റ് ഉൾപ്പെടെ ഏകദേശം 15 ലക്ഷത്തോളം മരങ്ങൾ നട്ടുവളർത്തുന്ന ഒരു സംവിധാനമാണെന്ന് മനസ്സിലായി. പക്ഷേ അന്നേരം അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ട്, ഈ എൻവയറൺമെൻറ്റ് ഡേയിൽ നമ്മുടെ നാട്ടിൽ നട്ട തൈകളൊക്കെ ഇന്നുണ്ടായിരുന്നെങ്കിൽ കേരളം ഒരു വനമായി മാറിയേനെ. അപ്പോൾ അദ്ദേഹം അത് പറയാനുള്ള കാരണം, നടാൻ ആർക്കും സാധിക്കും, വളർത്താനും സംരക്ഷിക്കുക എന്നുള്ളത് സാധിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം ഞങ്ങളോടും ചോദിച്ചു, നിങ്ങൾ ഈ പ്രൊജക്റ്റൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾക്കത് പൂർത്തീകരിക്കാൻ സാധിക്കില്ല. കാരണം ഒരു കമ്പനിക്കോ അല്ലെങ്കിൽ ഒരു കർഷക സംഘത്തിലോ 1-2 വ്യക്തികൾക്ക് സാധിക്കില്ല. അപ്പോൾ അത് നമ്മൾ വ്യക്തമാക്കി കൊടുക്കാൻ സാധിച്ചു. സാറേ, ഒരു കമ്പനിയോ ഒരു മാനേജ്മെൻറ്റോ മാത്രമല്ല, 28,000 വ്യക്തികൾ അവരുടെ പേരിലേക്ക് പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്താൽ അവർക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. നമ്മളൊരു കാര്യം വ്യക്തമാണ്, ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാത്തടത്ത് നമുക്ക് എന്തില്ല, ഇൻട്രസ്റ്റ് ഇല്ല. റൈറ്റ് അല്ലേ? അപ്പോൾ ആ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള വ്യക്തികൾ അതിൽ ഇൻട്രസ്റ്റഡ് ആയിരിക്കും. അവൻ 20 മരം സംരക്ഷിച്ചാൽ മതി. അങ്ങനെ 28,000 പേര് ഈ 5,60,000 മരങ്ങളും അതോടൊപ്പം തന്നെ 10 ലക്ഷത്തോളം ഹോസ്റ്റ് പ്ലാന്റുകളും സംരക്ഷിച്ചിരിക്കും. കാരണം അത് അവരുടെ ലൈഫ് പ്ലാനിങ് ആണ്. ആ ലൈഫ് പ്ലാനിങ് അവർ പൂർത്തീകരിക്കുമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് ഞങ്ങൾക്കൊരു ഷേക്ക് ഹാൻഡ് തന്നു. ഇതേ എനിക്കും പറയാനുള്ളൂ. 5,60,000 മരങ്ങളും ഏകദേശം 10 ലക്ഷത്തോളം വരുന്ന ഹോസ്റ്റ് പ്ലാന്റുകളും ചേരുന്ന പദ്ധതി 28,000 സാധാരണക്കാരെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു 25 വർഷം ക്രെഡിബിലിറ്റിയുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരു കമ്പനി ഏറ്റെടുത്ത് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നു. അത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ സാൻഡൽവുഡിന് ഗ്രോത്ത് ഉള്ള ഭൂമിയിലാണ്. കാരണം ഒരു വർഷം കൊണ്ട് 5 തൊട്ട് 8 അടി വരെ ഉയരവും 10 തൊട്ട് 15 സെൻറ്റിമീറ്റർ വരെ ചുറ്റളവുമുള്ള മരങ്ങൾ നമുക്ക് നമ്മുടെ പ്ലാന്റേഷനിൽ വളർത്തിയെടുക്കാൻ സാധിച്ചു. അപ്പോൾ അത് ഈ എൻവയറൺമെൻറ്റ് ഡേയിൽ ഒരു കാര്യം കൂടി ഞാൻ ന്യൂസ് ഞാൻ അറിഞ്ഞത്, മറയൂർ ഏകദേശം 330 കോടി രൂപയോളം വരുന്ന ചന്ദന മരങ്ങളുടെ തൈകൾ നട്ടു എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ 5,60,000 ചന്ദന മരങ്ങളുടെ ഈ പദ്ധതിയിൽ കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും 5,60,000 കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റാണ് ഇന്ന് കേരളത്തിൻ്റെ മണ്ണിൽ. അത് തകർന്നു പോയ വയനാടിനെ കൂടെ തിരിച്ചു പിടിച്ചുകൊണ്ട് ഇന്ന് ജസ്പേഡ് റിയൽ എസ്റ്റേറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയും സാൻഡൽവുഡ് ഗ്രൂപ്പ് ഫാർമേഴ്സ് വെൽഫെയർ അസോസിയേഷനും ചേർന്ന് തുടങ്ങിയത്. ഈ 1000-ഓളം വരുന്ന ആളുകളുടെ ഒപ്പം ഇനിയും 27,000 പേർ ഞങ്ങളുടെ ഒപ്പം വരാനുണ്ട്. ഈ ആളുകൾ ഇന്ന് ഇന്ത്യയിലെ 140 കോടി ജനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കും. കാരണം കേരളത്തിൽ നിന്നുള്ള 4 കോടി ജനം എന്ന മലയാളി മാത്രമല്ല, UP-യിൽ നിന്നുള്ള നേത്രപാൽ സിംഗ്, തമിഴ്നാട്ടിൽ നിന്നുള്ള രാജാകൃഷ്ണ, അടുത്ത ദിവസം നടക്കാൻ പോകുന്ന വെസ്റ്റ് ബംഗാളിൽ നിന്ന് വരുന്ന വ്യക്തികളൊക്കെ അവരുടെ പേരിൽ നമ്മുടെ നാട്ടിൽ വന്ന് സ്ഥലം മേടിച്ച് നമ്മുടെ കർഷക സംഘത്തോട് ചേർന്ന് ഈ കൃഷിയെ സപ്പോർട്ട് ചെയ്യുന്നു. എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ, പ്രൊജക്റ്റിനെ കുറിച്ച് പഠിക്കുക, മനസ്സിലാക്കുക, ഏറ്റെടുക്കുകയാണെങ്കിൽ അത് ലൈഫിലെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും പ്രോഫിറ്റബിളായ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ.